ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളുടെ അൽ മർക്കസുൽ അഥരി 4 വർഷം പിന്നിടുമ്പോൾ എന്ന ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥാപനത്തെക്കുറിച്ചും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയെക്കുറിച്ചും തുടക്കത്തെക്കുറിച്ചൊക്കെ ബോധ്യമുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലുള്ള മിക്ക ആളുകളും എന്നെനിക്കറിയാം. എന്നിരുന്നാലും അറിയാത്ത കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ കുറച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് ഒരു വ്യക്തത വരാൻ വേണ്ടിയും ഒക്കെയാണ് ഇൻഷാ അള്ളാഹ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2015 മെയ് ജൂൺ മാസത്തിലാണ് നമ്മുടെ ഈ മസ്ജിദിൽ ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദർസ് 3 വിദ്യാർത്ഥികളുമായി നമ്മൾ ആരംഭിച്ചത്. അൽഹംദുലില്ലാഹ്, അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു സഹോദരൻ, അദ്ദേഹം അന്നും ഇന്നും നമ്മളെ ഒരുപാട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അന്നത്തെ പൂർണ്ണമായ ചെലവ് അദ്ദേഹം മാത്രമാണ് വഹിച്ചിരുന്നത്. ഞാനൊരു ചരിത്രം പറയുന്നത്, അദ്ദേഹം നമ്മളിങ്ങനെ ഒരു സംവിധാനം തുടങ്ങാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്: 6 മാസത്തെ അതിനുവേണ്ട പൂർണ്ണമായ ചെലവുകൾ എന്റെ സമ്പത്തിന്റെ ഭാഗത്തു നിന്ന് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 6 മാസം നിങ്ങൾ ഒന്നും നോക്കേണ്ടതില്ല എന്നാണ് അന്ന് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്. പിന്നീട് 2016, കൃത്യമായി പറഞ്ഞാൽ 2016 ഫെബ്രുവരി 10 നമ്മളുടെ അൽ മദ്രസത്തുൽ അഥരിയ ആരംഭിക്കുന്നത്. 2016 ഫെബ്രുവരി 10, നാളെ 4 വർഷം ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് പൂർത്തിയാകുകയാണ്. അറബി മാസം അനുസരിച്ച്, അറബി മാസം കലണ്ടർ പ്രകാരമാണ് നമ്മൾ ആരംഭിച്ചത്. 1437 ഹിജ്റ വർഷം ജുമാദൽ ഊല 1-ാം തീയതിയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ചേറ്റുവയിൽ ഇന്നു നടന്നുകൊണ്ടിരിക്കുന്ന അൽ മദ്രസത്തുൽ അഥരിയ ആരംഭിച്ചത്. അറബി വർഷമനുസരിച്ച് 4 വർഷവും 1.5 മാസവും അൽഹംദുലില്ലാഹ് നമ്മളുടെ മദ്രസ പൂർത്തിയായി. പിന്നീട് അതൊരു ട്രസ്റ്റ് ഏറ്റെടുക്കുകയും ഈ ഇവിടെ നമ്മുടെ മസ്ജിദിൽ നടക്കുന്ന ദർസും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന മദ്രസയും ഒന്നിച്ച് കൊണ്ടുവരികയും പിന്നീട് 2 വർഷങ്ങൾക്കപ്പുറം 3-ാമത്തെ വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ്. അൽ കുല്ലിയത്തുൽ അഥരിയ എന്ന് പറയുന്ന നമ്മളുടെ 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള കുല്ലിയ, അത് 3-ാമത്തെ വർഷത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ 2 സ്ഥാപനങ്ങൾ, അൽ മദ്രസത്തുൽ അഥരിയ എന്ന് പറയുന്ന നമ്മുടെ മദ്രസയും സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ സ്ഥാപനവും 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അൽ കുല്ലിയത്തുൽ അഥരിയ, ഈ 2 സ്ഥാപനങ്ങളിലും ഇന്ന് ഏകദേശം 300ഓളം കുട്ടികൾ അൽഹംദുലില്ലാഹ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ മസ്ജിദിൽ 66ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ താമസിച്ചു പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഒരു അധ്യാപകന്മാരുടെ കണക്കെടുക്കുമ്പോൾ 11 അധ്യാപികമാരും 20ഓളം ഉസ്താദുമാരും അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിനുണ്ട്. അതിൽ മുതിർന്ന ഉസ്താദായ അബ്ദുർ റഊഫ് നജ്വി, അതുപോലെ അബൂബക്കർ മൗലവി ഉൾപ്പെടെ 20ഓളം ഉസ്താദുമാർ നമ്മൾ ഈ 2 സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11 ടീച്ചേഴ്സും, അതുപോലെ തന്നെ നോൺ അഥവാ അധ്യാപകന്മാരും അല്ലാത്ത മറ്റു 8 സ്റ്റാഫുകളും. ഈ ഒരു അവസ്ഥയിലേക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനം എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ അടുത്ത പ്രദേശത്ത് നമ്മൾ 2 ഏക്കർ 10 സെന്റ് സ്ഥലം നമ്മുടെ സ്വന്തം പേരിൽ നമ്മളത് രജിസ്റ്റർ ചെയ്യുകയും അവിടെ നമ്മളുടെ ഇപ്പോഴത്തെ ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു.
ഇവിടെ പ്രത്യേകം പേര് പരാമർശിക്കപ്പെടേണ്ട, സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് നമ്മുടെ ഉസ്താദ് മഹാനായ സക്കരിയ സ്വലാഹി റഹിമഹുള്ള. ഈ സ്ഥാപനത്തിന്റെ ഈ മർക്കസിന്റെ തുടക്കം മുതൽക്ക് തന്നെ നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാമായിരുന്നു മഹാനായ സക്കരിയ സ്വലാഹി റഹിമഹുള്ള. സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൂടിയ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ദീൻ പഠിപ്പിക്കപ്പെടുന്ന യഥാർത്ഥ ദീൻ കലർപ്പില്ലാതെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥാപനം, ഒരു മർക്കസ് നിലവിൽ വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ട പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. പല ഭാഗത്തും അൽഹംദുലില്ലാ ഇന്ന് ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾക്ക് അത് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനം അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു, അതിൽ സംശയമില്ല. മരിക്കുന്നതിന്റെ അവസാന വർഷം തൊട്ടു ഒരു വർഷം അദ്ദേഹം ഇവിടുത്തെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചു. നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. മരണപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹം മാസത്തിൽ ഒരു ദിവസം ഇവിടെ ക്ലാസ്സിന് വരാമെന്ന് ഏറ്റെടുക്കുകയും ആ ക്ലാസ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് ബുധനാഴ്ച അദ്ദേഹം ഇവിടുന്ന് പോയത്. പിന്നീടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കട്ടെ. അള്ളാഹു തആല നമ്മളെയും അദ്ദേഹത്തെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ സ്ഥാപനം, ദീനി സ്ഥാപനം, കലർപ്പില്ലാതെ ദീൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നിലവിൽ വരണം, ഒരു മർക്കസ് ഉണ്ടാകണം എന്നുള്ള അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. ഈ സ്ഥാപനത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. ഈ സ്ഥാപനത്തിന്റെ സിലബസിൽ അദ്ദേഹം കാര്യമായി ഇടപെട്ടു. അതിനുവേണ്ട മാറ്റത്തിരുത്തലുകൾ, അതിനുവേണ്ട കാര്യങ്ങൾക്കൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സ്ഥാപനത്തിന് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ അദ്ദേഹത്തിന് സാധിക്കുമാറ് വിധം അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. സിലബസിന്റെ കാര്യം ചർച്ച ചെയ്യാൻ ബാംഗ്ലൂരിലെ കുല്ലിയത്തുൽ ഹദീസിലെ ഉലമാക്കളുമായി ചർച്ച ചെയ്യാൻ അദ്ദേഹം ഇവിടുന്ന് പോയ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ ഓർമ്മയിൽ വരികയാണ്. അതുപോലെ തന്നെ ഈ സിലബസിന്റെ കാര്യത്തിലാകട്ടെ, മറ്റു അക്കാദമിക കാര്യങ്ങളിലാകട്ടെ, അദ്ദേഹം ഇടപെടാവുന്ന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന്റെ ഈ ഒരു സേവനം അല്ലാഹു തആല അതിന് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, സലഫിയത്തിനു വേണ്ടി, യഥാർത്ഥ ദീൻ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി, അത് പഠിക്കുന്നതിനു വേണ്ടി, പഠിപ്പിക്കുന്നതിനു വേണ്ടി ജീവിതാവസാനം വരെ ജീവിച്ച ഒരു മഹാനായ വ്യക്തിയായിരുന്നു സക്കരിയ സ്വലാഹി റഹിമഹുള്ള എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. വീണ്ടും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട. അല്ലാഹു തആല അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ വലിയ സേവനങ്ങൾക്ക് അള്ളാഹു മഹത്തരമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മളെയും അദ്ദേഹത്തെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ ഈ ഒരു ചരിത്രം പറഞ്ഞിട്ടുള്ളത് നമ്മളത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി അറിയാനും അതുപോലെ തന്നെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇതിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ കൂടുതലായി ഒന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 4 കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സ്ഥാപനത്തിനു വേണ്ടി, നമ്മുടെ സ്ഥാപനമാണ്, ഇതേതെങ്കിലും ഒരു കമ്മിറ്റിയുടെ സ്ഥാപനമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്ഥാപനമല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ സ്ഥാപനമല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് അച്ചറബിയത്തു സലഫിയ. നേരത്തെ നമ്മുടെ ഉസ്താദ് സലാഹുദ്ദീൻ നദീരി ഹഫിളഹുള്ള പറഞ്ഞതുപോലെ നമ്മുടെ ഉദ്ദേശം സലഫി തർബിയത്താൻ, സലഫിയത്തുൽ ഹഖ ഹിയ ദീനു സഹീഹ്, ശരിയായ ദീൻ അത് പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മുടെ സംവിധാനം തുടങ്ങിയിട്ടുള്ളത്. ഇതൊരു വ്യക്തിയുടെ സ്ഥാപനമല്ല, ഒരു സംഘടനയുടെ സ്ഥാപനമല്ല, ഏതെങ്കിലും ഒരു പ്രാദേശിക കമ്മിറ്റിയുടെ സ്ഥാപനവുമല്ല. ഇത് സലഫികളുടെ സ്ഥാപനമാണ്, യഥാർത്ഥ ദീൻ മുറുകെ പിടിക്കുന്ന ആളുകളുടെ സ്ഥാപനമാണ്. നമ്മളെല്ലാവരും ഒരുപോലെ ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റണം. അതിന്റെ ഭാഗമായി 4 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ, നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ 4 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. ഒന്നാമത്തേത്, ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾക്ക് പരമാവധി കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നുണ്ട്. പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ, സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഈ സ്ഥാപനത്തിനു വേണ്ടി നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്.
നമ്മൾക്കറിയാം, വളരെ ആൾബലം കുറഞ്ഞ ഒരു സംഘം നമ്മള് വലിയൊരു ഭൂമി നമ്മൾ കൈക്കലാക്കി. അൽഹംദുലില്ലാ, അള്ളാഹു കരീം. അള്ളാഹുവിന്റെ സഹായത്തിൽ മാത്രമാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു വലിയ, നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇവിടെയുള്ള വലിയ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ന്യൂനപക്ഷമായ, വളരെ ന്യൂനപക്ഷമായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ സ്ഥാപനം, ആ ഒരു സ്ഥലം നമ്മുടെ സ്വന്തം പേരിലാക്കുകയും ഇവിടെ ഇപ്പോ ബിൽഡിംഗ് പണി നടക്കുന്ന കാര്യം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. നമ്മളാണ് അതിന്റെ പണി പൂർത്തിയാക്കേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിഷയമല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഏതെങ്കിലും കമ്മിറ്റികൾ അതിനുവേണ്ടി അവരുടെ എല്ലാ സമയവും ഒഴിഞ്ഞിരുന്ന് അവരുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ബാധ്യതയായി നമ്മൾ അതിനെ മനസ്സിലാക്കരുത്. നമ്മളെല്ലാവരുടെയും ബാധ്യതയാണ്. നമ്മളാണ് അതിന്റെ പണി പൂർത്തിയാക്കേണ്ടത്. എന്തിനു വേണ്ടി? നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ, അതുപോലെ തന്നെ സലഫിയത്ത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പഠിപ്പിക്കാൻ, ആ ദഅവ ഇവിടെ നടക്കാൻ, നമ്മുടെ കേരളത്തിൽ ആ ദഅവ നിലനിൽക്കാൻ വേണ്ടി അതിനൊരു സംവിധാനം, അതിന് സ്ഥാപനങ്ങൾ ആവശ്യമാണ്, സ്ഥാപനങ്ങൾ അത്യാവശ്യമാണ്. ആ ദീൻ പഠിക്കുന്ന, അത് പഠിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ആളുകൾ ഒരു കൂട്ടം ഇവിടെ ഉണ്ടാകണം. അതിന്റെ ഒരു തുടക്കം എന്നോണമാണ് നമ്മൾ ആ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നമ്മുടെ സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് സാധിക്കാവുന്നതൊക്കെ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യണം. ഇനി നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ ബിൽഡിംഗ് ആണ്. ഒരു ഫ്ലോറെങ്കിലും നമ്മൾക്ക് പണി കഴിഞ്ഞാലാണ് അടുത്ത അധ്യയന വർഷം നമ്മൾക്ക് അവിടേക്ക് ക്ലാസ് മാറ്റാൻ സാധിക്കുകയുള്ളൂ. 400 കുട്ടികൾക്ക് പഠിക്കാവുന്ന ഒന്നാമത്തെ അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ, നമ്മൾ അതിന്റെ കണക്കൊക്കെ മുമ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 1,20,00,000 ചെലവ് വരുന്ന ആ പദ്ധതിക്ക് നമ്മൾ 400 കുട്ടികൾക്ക് വേണ്ടി ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടുന്ന സംഖ്യ 30,000 അൽഹംദുലില്ലാ. 140 ആളുകൾ, നമ്മുടെ പല സഹോദരങ്ങൾ 1ഉം 2ഉം കുട്ടികളെ, 10ഉം 15ഉം 20ഉം കുട്ടികളെ സ്പോൺസർ ചെയ്ത ആളുകളുണ്ട്. അവര് അതിന്റെ പണം തന്നുകൊണ്ടിരിക്കുന്നു, ഘട്ടം ഘട്ടമായി അത് അടച്ചുകൊണ്ടിരിക്കുന്നു. അത്ര തന്നെ സംഖ്യ തരാൻ സാധിക്കാത്ത ആളുകൾ അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ സംഖ്യകൾ തന്നുകൊണ്ട് സഹായിക്കുന്നു. എത്ര തന്നു എന്നുള്ളതല്ല വിഷയം. നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരുപക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന പ്രത്യക്ഷത്തിൽ നമുക്കത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. സാമ്പത്തികമായി വളരെ പ്രയാസത്തിലായ ആളുകളായിരിക്കും. അവരുടെ പ്രത്യക്ഷം നോക്കിക്കഴിഞ്ഞാൽ വലിയ സമ്പന്നന്മാരെ പോലെയായിരിക്കും. നമ്മുടെ സാമ്പത്തിക ശേഷി, നിലവിലുള്ള അവസ്ഥ നമ്മൾക്കേ അറിയൂ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ചെറിയ സംഖ്യ ഒരുപക്ഷെ അത് മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങളെക്കാൾ മുകളിലായിരിക്കും. അവരെന്ത് കൊടുത്തു, അവരെന്ത് കൊടുക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല. നമ്മൾക്ക് സാധിക്കുന്ന വളരെ ചെറിയ സംഖ്യയാണെങ്കിലും അതിനൊരു പക്ഷേ മറ്റുള്ളവരെക്കാൾ, അവർ ചെയ്ത വലിയ സംഖ്യകളെക്കാൾ അതിന് മഹത്വമുണ്ടായിരിക്കും. നമ്മുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ, കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള മറ്റു മാനദണ്ഡങ്ങൾ, നിബന്ധനകൾ അത് ശരിയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് അതിന് പ്രതിഫലം ലഭിക്കും. സ്ത്രീകളോട് പ്രത്യേകം പറയാനുള്ളത്, ഒരു പവൻ സ്വർണം അതിന് ഏകദേശം വിലയാണ് 30,000 എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഓർമ്മപ്പെടുത്തലുകളാണ്, ആർക്കും അറിയാത്ത കാര്യങ്ങളല്ല, ഓർമ്മപ്പെടുത്തലുകളാണ്, പ്രചോദനങ്ങൾ. അത് ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഉപകാരപ്പെട്ടേക്കാം. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്നാണല്ലോ. ഓർമ്മപ്പെടുത്തലുകൾ വിശ്വാസികൾക്ക് ഉപകാരം ചെയ്യും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമുള്ള ആളുകളാണ് സത്യവിശ്വാസികൾ. അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്തുള്ള ഒരു ചെറിയ ഒരു പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഏകദേശം 30,000 രൂപ ഇന്ന് നിലവിലുണ്ട്. ഒരു കുട്ടിയുടെ ചെലവാണത്. അത് നമ്മൾക്ക് എടുക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞിട്ടുള്ളത്? യാ മഅ്ശറൻ നിസാ, സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ സദഖ ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പ്രത്യേകം സദഖ കൊടുക്കാൻ പറഞ്ഞത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സമ്പന്നന്മാരായ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാർ അതിന് അനുവാദം കൊടുക്കണം. സ്വന്തം സ്വത്താണെങ്കിൽ അതിന്റെ അനുവാദത്തിന് ആവശ്യമില്ല. എന്തായിരുന്നാലും മുശാവറ ചെയ്തതിന് ശേഷം കൊടുക്കുക എന്നുള്ളതാണ് ശരി. അപ്പൊ തസദ്ദഖ്ന, നിങ്ങൾ സദഖ കൊടുക്കണം. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിൻ നാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നിങ്ങൾ സദഖ കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടുശേഷം കാരണം പറഞ്ഞത് എന്താണ്? അല്ലെങ്കിൽ റസൂലുള്ള എന്താണ് അതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്? ഞാൻ നിങ്ങളെ കണ്ടിരിക്കുന്നു, നരകത്തിലെ കൂടുതലായിട്ടുള്ള ആളുകൾ നിങ്ങളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, നരകത്തിൽ കൂടുതലും. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിൻ നാർ,
നിങ്ങളാണ് കൂടുതൽ നരകത്തിലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കൊടുത്ത സംഖ്യ നാളെ നമ്മൾക്ക് പരലോകത്ത് ഉപകാരപ്പെടും. നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സമയം നമ്മൾ മരണത്തിന് കീഴടങ്ങിയാൽ നമ്മുടെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ നമ്മുടേതല്ല. അതുപോലെ നമ്മുടെ എല്ലാവരുടെ സ്വത്തിന്റെയും കാര്യം അത് തന്നെയാണ്. ഇപ്പോ നമ്മൾ സമ്പാദിച്ചു വെച്ച സംഖ്യ, അല്ലെങ്കിൽ നമ്മൾ ഒരുക്കു കൂട്ടി വെച്ച സമ്പത്ത്, അതൊക്കെ നമ്മളുടെ സ്വത്താണ്. ഈ നിമിഷം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അനന്തരാവകാശികളുടെ അവകാശങ്ങളായി മാറി, അനന്തരാവകാശികളുടെ അവകാശമായി മാറി. പിന്നീട് അവർക്കാണ് അതിന് അവകാശം, അവരാണത് കൈകാര്യം ചെയ്യേണ്ടത്. അവർ നമ്മളോട് സ്നേഹമുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ മരണത്തിന് ശേഷം അവർ നമ്മൾക്ക് വേണ്ടി സ്വതക്ക കൊടുത്തേക്കാം. അതുമല്ലെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടായിരിക്കുകയില്ല. അവർ എന്തു ചെയ്യുന്നു എന്നുള്ളത് അവരുടെ അവകാശമാണ്. അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. തന്റെ ഉപ്പ മരിച്ചതല്ലേ, ഉമ്മ മരിച്ചതല്ലേ, അവർക്ക് വേണ്ടി നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യാം എന്ന് അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അവർക്ക് നിർബന്ധമുള്ള കാര്യമല്ല, അവരുടെ അവകാശമായി അത് മാറി. നമ്മൾ ഈ നിമിഷം മരിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾക്കത് കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവർ ആഭരണങ്ങളാണെങ്കിൽ അത് അഴിച്ചു വെച്ച് അവരുടെ അനന്തരാവകാശികൾക്ക് വീതം വെച്ചു കൊടുക്കുകയാണ്. അതിനു മുമ്പ് നാളെ പരലോകത്ത് നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വത്തായി അത് മാറണമെങ്കിൽ, ഈ അലങ്കാരത്തിന്റെ ഈ പറഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ അത് നാളെ പരലോകത്ത് നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വത്തായി മാറണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. കച്ചവടക്കാരെ സംബന്ധിച്ചും സ്വതക്കയുടെ ശ്രേഷ്ഠതകളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പ്രത്യേകം സ്വതക്ക കൊടുക്കാൻ പറഞ്ഞതുപോലെ തന്നെ കച്ചവടക്കാരെ വിളിച്ചുകൊണ്ടും യാ മഅ്ശറ തുജാർ, കച്ചവടക്കാരുടെ കൂട്ടമേ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കച്ചവടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. അതിൽ ചില സത്യങ്ങളും ആവശ്യത്തിൽ കൂടുതലുള്ള വാഗ്ദാനങ്ങളും ഒക്കെ സംഭവിക്കാം. ശൈത്താൻ ഹാദിറാകുന്ന ഒരു സദസ്സാണ് കച്ചവടത്തിന്റെ മജ്ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫശൂബു ബൈഅകും ബിസ്സദഖ, നിങ്ങളുടെ കച്ചവടത്തിൽ സ്വതക്കയെ കൂട്ടിക്കലർത്തണം. നിങ്ങൾ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് കൂടി തന്നെ നിങ്ങൾ ധാരാളമായി സ്വതക്ക കൊടുക്കണം എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരോട് പറഞ്ഞു. രോഗികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്, ദാവൂ മർദാകും ബിസ്സദഖ. ഒരു രോഗം വരുമ്പോ, മാരകമായ അസുഖം വരുമ്പോ ഏറ്റവും നല്ല ചികിത്സ, എത്ര തന്നെ കാശ് ചെലവായാലും ഏറ്റവും നല്ല ചികിത്സ എന്റെ ഉമ്മക്ക്, എന്റെ ഉപ്പക്ക്, എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവാക്കാൻ മടിയില്ലാത്ത ആളുകളാണ് സമ്പത്തുള്ള ആളുകൾ. മക്കളുടെ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ചെലവിന് കൊടുക്കുന്ന നമ്മുടെ മക്കളാകട്ടെ, അതുപോലെ തന്നെ പ്രായം ചെന്ന ഉപ്പമാരാകട്ടെ, ഉമ്മമാരാകട്ടെ, അവർക്കൊരു മാരകമായ അസുഖം വന്നാൽ അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കാൻ, അത് അവരുടെ ചികിത്സക്ക് വേണ്ടിയുള്ള സമ്പത്ത് ചെലവഴിക്കാൻ നമ്മൾ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദാവൂ മർദാകും ബിസ്സദഖ, നിങ്ങൾ നിങ്ങളുടെ രോഗികളെ സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക. അതൊരു ചികിത്സാ രീതിയാണ്, സ്വതക്ക കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക കൊണ്ട് ചികിത്സിക്കുക. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്, സമ്പത്തും അവരുടെ കയ്യിലുണ്ട്. അവർ അവരുടെ സംഖ്യകൾ ഹോസ്പിറ്റലുകളിൽ ചെലവാക്കുന്നതിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള മാർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പന ജാവൂ മർദാകും ബിസ്സദഖ, ഇതൊക്കെ നമ്മൾ ഓർക്കണം. ബുദ്ധിയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയാണ്, നാളെ പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഇതൊക്കെയാണ് ചിന്തിക്കുക എന്ന് നമ്മൾ പ്രത്യേകം ഇതൊക്കെ നമ്മൾ അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, അവർ ഒരുപാട് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു, ഈ ഒരു ഭാഗം കൂടി പറഞ്ഞു കൊടുക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നിങ്ങളുടെ രോഗിയായ ഉമ്മ ഉപ്പ അവരുടെ രോഗം മാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സാ രീതിയാണ് ദാവൂ മർദാകും ബിസ്സദഖ, സ്വതക്ക കൊടുത്തുകൊണ്ട് ചികിത്സിക്കുക എന്ന് പറയുന്ന കാര്യം. അറിയാത്ത ആളുകൾ ഒരുപാടാണ്. നിത്യേന ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ദർസുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ഇതൊരു പുതുമയുള്ള കാര്യമാവുകയില്ല. പക്ഷെ ഒന്നും കേൾക്കാത്ത, ദീനിന്റെ ആദ്യ അക്ഷരങ്ങൾ പോലും പഠിക്കാൻ തൗഫീഖ് ലഭിക്കാത്ത ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. നിങ്ങൾ ഈ സ്ഥാപനത്തിനു വേണ്ടി കഴിവിന്റെ പരമാവധി സഹായിക്കുക, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്ഥാപനത്തെ മറ്റുള്ളവർക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. സ്ഥാപനത്തെ അറിയാത്ത ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ അവരോട് പറയുക. മാസാന്തം 7 ലക്ഷത്തോളം ചെലവുള്ള ഒരു സ്ഥാപനമാണിത്. മാസാന്തം
8 ലക്ഷത്തോളം ചെലവ് വരുന്നുണ്ട് നമ്മൾക്ക്. നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭക്ഷണമടക്കം മറ്റുള്ള കാര്യങ്ങൾക്ക് 7.5 ലക്ഷത്തോളം 8 ലക്ഷത്തോളം ചെലവ് വരുന്നുണ്ട്. അതിനു പുറമെ നമ്മൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ കാര്യം അറിയിച്ചു കൊടുക്കാം. അറിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾക്കൊരു ഖൈർ അറിയിച്ചു കൊടുത്താൽ ആ അറിയിച്ചു കൊടുത്തവന് അത് ചെയ്തവന്റെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ദീനിയായ മസ്അല പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല. ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തോട് ഒരു സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ ഭർത്താവ് സമ്പത്ത്, ആ ഭർത്താവിന് ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അയാൾക്ക് ശമ്പളം കിട്ടുമ്പോ ഞാൻ പറയും, ഇത്ര സംഖ്യ നിങ്ങൾ സദഖ കൊടുക്കാൻ മാറ്റിവെക്കണം എന്ന് ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതിന് എനിക്കും അയാൾക്കും ഒരുപോലെ പ്രതിഫലം ലഭിക്കുമോ എന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ചോദിച്ചു. ആ പെണ്ണെന്താ ചെയ്യുന്നത്? ഭർത്താവിനോട് പറയും നിങ്ങൾ സദഖ കൊടുക്കണം. ആ പെണ്ണ് പറച്ചിലേ ഉള്ളൂ. ഇബ്നു ബാസ് റഹിമഹുല്ല ഈ ഹദീസ് ഓതിക്കൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് അവരെ പോലെ തന്നെ. നിങ്ങൾക്ക് എന്തിനാണ് പ്രതിഫലം? നിങ്ങൾ അവരെ ഉപദേശിച്ചതിന്, അവരെ പ്രോത്സാഹിപ്പിച്ചതിന്, അവർക്ക് ആ ഖൈർ പറഞ്ഞു കൊടുത്തതിന്റെ പ്രതിഫലം. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. അദ്ദേഹത്തിന് എന്താണ് പ്രതിഫലം? അദ്ദേഹം അത് ചെലവഴിച്ചതിന്റെ പ്രതിഫലം. നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ സമ്പത്ത് ചെലവഴിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ പരിമിതമായിരിക്കും. പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും, അവരോട് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. ഒരു കവി പറഞ്ഞതുപോലെ തന്റെ സാധുക്കളായിട്ടുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നവൻ, സദഖ കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവൻ ആരെ പോലെയാണ്? അവൻ ഒരു ഈത്തപ്പന മരം കുലുക്കുന്നവനെ പോലെയാണ്. ഫുഖറാക്കൾക്ക് അവർക്ക് സമ്പത്ത് ചെലവഴിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നയാൾ ആരെ പോലെയാണ്? അവൻ കമൻ ഹസ്സത് യദാഉ ബിനഖ്ലത്തിൻ കാന മുസ്മിറത്തിൻ. അയാൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഫലമുള്ള ഈത്തപ്പന മരം കുലുക്കുന്നത് പോലെയാണ്. ഈത്തപ്പഴം കൊടുക്കുന്നത് ആരാണ്? ആ ഈത്തപ്പനയാണ്. പക്ഷെ ഇയാൾ ചെയ്യുന്ന പണി എന്താണ്? അത് കുലുക്കുക. അതുപോലെ നമ്മൾക്ക് സമ്പത്തുള്ള സഹോദരങ്ങളെ പോയി ഒന്ന് കുലുക്കാൻ സാധിക്കണം. നമ്മൾക്കല്ല പൈസക്ക് ചെലവ്, അദ്ദേഹത്തിന്റെ അടുത്ത് സമ്പത്തുണ്ട്, അയാൾക്ക് കൊടുക്കാൻ ഒരു പക്ഷേ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ പോയി പറഞ്ഞു കൊടുക്കുക. നമ്മുടെ സംസാരം ഒരു പക്ഷേ അയാൾക്ക് വലിയ പ്രചോദനമാകും. അത് നമ്മൾക്ക് കൂടി പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യമായി എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം. സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം. നമുക്ക് സാധിക്കും. സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടാകും, നമ്മുടെ അടുത്ത ബന്ധുക്കൾ ഉണ്ടാകും, അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാകും. അവരുടെ സമ്പത്ത് നമ്മുടെ കീശയിലേക്കും നമ്മുടെ ആവശ്യത്തിനു വേണ്ടിയിട്ടല്ല നമ്മൾ ചോദിക്കുന്നത്, ഒരിക്കലുമല്ല. നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നത്? സമ്പത്തുള്ള നമ്മുടെ ഒരു സഹോദരൻ, ഒരു സുഹൃത്ത്, അയാളോട് നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു, സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾ പറയുന്നു. എന്തിനു വേണ്ടി? അയാളിൽ നിന്ന് പൈസ പിരിച്ച് കമ്മീഷൻ വാങ്ങാനാണോ? അല്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണോ? അല്ല. നമ്മൾ അറിയിച്ചു കൊടുക്കുന്നത് അയാൾ അത് സമ്പത്ത് ചെലവഴിച്ചാൽ, നമുക്ക് അറിയിച്ചു കൊടുത്താൽ തന്നെ കൂലിയാണ്. സമ്പത്ത് ചെലവഴിച്ചാൽ നമ്മൾക്കും അതിന്റെ ഒരു ഓഹരിയുണ്ട്, ഒരു കൂലി നമ്മൾക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ നമ്മൾക്ക് ഈ സ്ഥാപനത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മൾക്ക് പറ്റണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, മൻ യശ്ഫഅ ശഫാഅതൻ ഹസന യകുൽ ലഹു നസീബുൻ മിൻഹാ. ആരാണോ നല്ല ശഫാഅത്ത്, നല്ല ശുപാർശ നടത്തുന്നത്, അയാൾക്ക് അതിന്റെ ഒരു ഓഹരിയുണ്ട്. നമ്മൾ ഒരാൾക്ക് വേണ്ടി ശുപാർശ നടത്തുകയാണ്, തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ അയാളെ സഹായിക്കാൻ വേണ്ടി മറ്റൊരു സഹോദരനോട് പറയുകയാണ്, എങ്കിൽ നമ്മൾക്കും അതിന്റെ ഓഹരിയുണ്ട്, അതിന്റെ ഒരു പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. അങ്ങനെ ആ പ്രതിഫലത്തിൽ പങ്കാളിയാകാൻ നമ്മൾക്ക് കഴിയാവുന്നത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ രൂപത്തിലൊക്കെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം അതാണ് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുക, വളരെ ആത്മാർത്ഥമായി പറയുന്ന കാര്യമാണ്. ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒക്കെ മനുഷ്യന്മാരാണ്. ഖുസൂറുകളും അയൂബുകളും ന്യൂനതകളും കുറവുകളും ധാരാളം ഉണ്ടാകും. അത് പരിഹരിക്കേണ്ടത്
ഇവിടെയുള്ള ആളുകളും അതിനു പുറമെ പുറത്തു നിൽക്കുന്ന നമ്മുടെ ഗുണകാംക്ഷികളായ സഹോദരങ്ങളുമാണ്. അതാണ് മൂന്നാമത് പറയാനുള്ളത്. നസീഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി സ്ഥാപനത്തിന് ഗുണമാകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. അത് നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഈ സ്ഥാപനത്തിന് ഗുണമുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നസീഹത്തോടുകൂടി, ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ടല്ല, നസീഹത്തോടുകൂടി. ഈ സ്ഥാപനം നമ്മുടെ സ്ഥാപനമാണ്, അത് നശിക്കാൻ പാടില്ല. അതിന്റെ നാശത്തിന്റെ തുടക്കം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം അത് ഓർമ്മപ്പെടുത്തി ഗുണകാംക്ഷയോടുകൂടി നമ്മൾക്ക് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിത്തരാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് പറയാം, അറിയിച്ചു തരാം. അതുപോലെ തന്നെ വേണ്ട ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ സ്ഥാപനത്തിന്റെ ഗുണം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ കാര്യത്തിന്റെ കാര്യം ഞാൻ വീണ്ടും അത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കയ്യിലേക്ക് ഇൻഷാ അല്ലാഹ് ഒരാൾ വരും, ഹാരിസ്, ഫീഡ്ബാക്ക് ഫോം തരും. ഇത് നിങ്ങൾ അവഗണിച്ച് തള്ളരുത്. നിങ്ങൾക്ക് പറയാനുള്ളത് ആത്മാർത്ഥമായി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, ഇതിന്റെ കുറവുകൾ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. നിങ്ങൾ പേര് വെച്ച് പറയാം, പേര് വെക്കാതൊക്കെ പറയാം. നിങ്ങൾ ആത്മാർത്ഥമായി അത് ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നടത്തിപ്പുകാർ, ഇതിലുള്ള ഉസ്താദുമാർ, ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ മനുഷ്യന്മാരാണ്. കുറവുകൾ ഉണ്ടാകാം, കുറവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഈ സ്ഥാപനം ഒരു പരിപൂർണമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ സംസാരം നടത്താൻ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. മാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിനെ ഫിത്നയിലാക്കാൻ, ഈ സ്ഥാപനത്തിൽ പ്രശ്നമുണ്ടാക്കാൻ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരിക്കും. ഒരു സംശയവുമില്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ? യഥാർത്ഥ ദീൻ പഠിപ്പിക്കുന്ന അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ സ്ഥാപനത്തിലല്ലാതെ പിശാചിന് ഏത് സ്ഥാപനത്തിനാണ് പ്രത്യേകിച്ച് റോളുള്ളത്? ശിർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാപനത്തിൽ പിശാചിന് എന്തെങ്കിലും അവന്റെ ഒരു അജണ്ടയും അവിടെ നടപ്പിലാക്കേണ്ട കാര്യമില്ല. ആ സ്ഥാപനം ഒരു ജാറത്തിന്റെ വരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഷിർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അസുല് തന്നെ ഷിർക്കാണ്, ഖുറാഫാറ്റാണ്. അത്തരം സ്ഥാപനത്തിൽ പിശാചിന് യാതൊരു റോളുമില്ല. ദീൻ, കൃത്യമായ ദീൻ അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനത്തിലാണ് പിശാച് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുക. എത്ര സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. ആ സ്ഥാപനങ്ങൾ ഷിർക്കിന്റെയും കുഫറിന്റെയും സ്ഥാപനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഷിർക്ക് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും എത്രത്തോളം അവരുടെ നിത്യവരുമാനം പോലും ഷിർക്കിൽ നിന്ന് ലഭിക്കുന്ന ദർഗകളിൽ നിന്നും അതുപോലെ തന്നെ ജാറങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ പിശാചിന് യാതൊരു റോളുമില്ല. ആ സ്ഥാപനം ഭൗതികമായി ചിലപ്പോൾ വളരെ ഉയരത്തിലായിരിക്കും. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അവിടുത്തെ ഭൗതിക സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ വലിയതായിരിക്കും. അതിൽ നമ്മൾ അജബാകേണ്ട കാര്യമില്ല. അവർ അടിസ്ഥാനമില്ലാത്തവരാണ്. എന്നാൽ തൗഹീദും സുന്നത്തും അതുപോലെ തന്നെ മനഹജു സലഫും അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന സലഫി സ്ഥാപനത്തിലായിരിക്കും പിശാചിന് പണിയുണ്ടാവുക. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഫിത്നകൾ സംഭവിക്കുമ്പോൾ എന്തു ചെയ്യണം? ത്വൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള വാചകം, ഫിത്നകൾ സംഭവിക്കും, ആർക്കിടയിലും സംഭവിക്കാം. ആൾക്കൂട്ടങ്ങളിലേടത്തൊക്കെ, ഇനി ഒറ്റക്കാണെങ്കിലും ഫിത്നകൾ സംഭവിക്കാം. എന്താണ് പരിഹാരം? മഹാനായ താബിഈ ത്വൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ പറഞ്ഞു, ഇദാ വഖഅത്തിൽ ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ ഫദ്ഫഉഹാ ബിത്തഖ്വ, തഖ്വ കൊണ്ട് നീ അതിനെ നേരിടണം, അതിനെ പ്രതിരോധിക്കണം. ഇതാണ് മാർഗം. ഫിത്നകൾ സംഭവിക്കുമ്പോൾ അതിനുള്ള പ്രതിരോധം എന്താണ്? അതിനുള്ള ചികിത്സ എന്താണ്? പരിഹാരം എന്താണ്? ഇദാ വഖഅത്തിൽ ഫിത്നതു ഫദ്ഫഉഹാ ബിത്തഖ്വ, ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ തഖ്വ കൊണ്ട് നിങ്ങൾ അതിനെ പ്രതിരോധിക്കണം എന്ന് ത്വൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാ പറഞ്ഞത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വലാഖിൽ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആര് സൂക്ഷ്മത കാണിച്ചുവോ അവർക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം, പോംവഴി അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു തആല നൽകുന്ന വാഗ്ദാനമാണ്. അതിലൊരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു പറഞ്ഞ വാഗ്ദാനം അത് നടക്കുക തന്നെ ചെയ്യും. എത്ര പ്രശ്നങ്ങൾ വന്നാലും സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തഖ്വയോടുകൂടി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അതാണ് ആ ഫിത്നക്കുള്ള ഏറ്റവും വലിയ പ്രതിരോധം, ഏറ്റവും വലിയ പരിഹാരം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ്
മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഈ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ സ്ത്രീകളുടെ ഭാഗത്ത് കൊടുക്കേണ്ടി വരും. ഒന്ന് കൊടുത്തോളാം, അവിടെ കൈമാറിയാൽ മതി. സ്ത്രീകളുടെ ഭാഗത്ത് ഫീഡ്ബാക്ക് ഫോം നിങ്ങൾ സാവകാശം എഴുതിയാൽ മതി. എന്നിട്ട് ഇവിടെ പുറത്ത് ബോക്സ് വെച്ചിട്ടുണ്ട്, ഫീഡ്ബാക്കിന്റെയും അതുപോലെ തന്നെ ഡൊണേഷന്റെയും. നമ്മൾക്ക് 400 കുട്ടികൾക്കുള്ള സംഖ്യ ആയാലാണ് നമ്മുടെ പണി പൂർത്തിയാകുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ ഭാഗത്ത് വിട്ടുപോയതാണ്. ഒരു മാസം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഏകദേശം നമ്മുടെ വാർപ്പാകും, മെയിൻ വാർപ്പ്. അന്ന് നമുക്കൊരു വലിയ സംഖ്യ ആവശ്യം ഉണ്ടാകും. നമ്മളെല്ലാവരും ഒരുപോലെ, നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ഇതുവരെ സഹായിച്ചവർക്ക് ഇനിയും അഡീഷണൽ ആയിട്ട് സഹായിക്കാം. അതുപോലെ തന്നെ മറ്റവരോട് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധകാലടിസ്ഥാനത്തിൽ ആ ഒരു മാസത്തിനുള്ളിൽ ഇത്രയും സംഖ്യ പൂർത്തീകരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾക്ക് ഇറങ്ങാൻ സാധിക്കണം. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സംസാരങ്ങൾ, മെസ്സേജുകൾ, അതുപോലെ തന്നെ സന്ദർശനങ്ങളൊക്കെയാകാം. കഴിവിന്റെ പരമാവധി അത് ചെയ്യണം. അത് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുക. 4-മത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 4-മത്തെ ഒരു കാര്യം, ഈ 3 കാര്യങ്ങൾക്കും അപ്പുറത്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും എല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ട കാര്യം പ്രാർത്ഥനയാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥന. ഈ സ്ഥാപനത്തിനു വേണ്ടി, നമ്മുടെ സലഫി ദഅവയ്ക്ക് വേണ്ടി കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മൾ എന്ത് ചെയ്യണം? അത് നിലനിൽക്കാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഒരാള് പോലും ഈ കൂട്ടത്തിൽ നമ്മുടെ സ്ഥാപനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ആളുകളായിട്ട് ഉണ്ടാകരുത്. ഇതിന്റെ നന്മയ്ക്ക് വേണ്ടി, ഇവിടെയുള്ള അധ്യാപകർക്ക് വേണ്ടി, ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന മറ്റു ആളുകൾ, ഇതിന്റെ കമ്മിറ്റിക്കാർ, എല്ലാവർക്കും വേണ്ടിയും ആത്മാർത്ഥമായി അവരുടെ ഇഖ്ലാസ് നിലനിർത്താൻ, സ്ഥാപനത്തിനുണ്ടാകുന്ന എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനമായി ഇതിന്റെ അവസാനം വരെ നിലനിൽക്കണം. ഈ സ്ഥാപനത്തിലൂടെ നമ്മൾക്ക് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി ഇവിടെയുള്ള എല്ലാ ആണും പെണ്ണും, ചെറിയ കുട്ടികളും വലിയവരൊക്കെ അവരുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഇതിനുവേണ്ടി മാറ്റിവെക്കണം. അത് സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആയുധമാണ്. അതിനേക്കാൾ വലിയൊരു ആയുധമില്ല. നമ്മൾ എത്ര തന്നെ ഭൗതികമായ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിയാലും അള്ളാഹുവിന്റെ തൗഫീഖാണ് ഇതിനൊക്കെ ലഭിക്കേണ്ടത്. അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് ഒരു നിലനിൽപ്പുമില്ല. അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് എല്ലാവരും, ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ സ്ഥാപനത്തിന്റെ കാര്യം പറയാൻ ഒരു കുറഞ്ഞ സമയമെങ്കിലും മാറ്റിവെക്കണം. ഇവിടെ ഞങ്ങൾ 2015 ഇവിടെ 3 ആളുകളെ വെച്ച് തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. അതിലൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കണ മനുഷ്യനാണ്. അദ്ദേഹം പറയും, ഇവിടെ ഈ പള്ളി നിറച്ചും കുട്ടികൾ ഉണ്ടാകണം, ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹു ആലും ഒരു പക്ഷെ അതായിരിക്കാമെന്ന് അദ്ദേഹം ഇടയ്ക്ക് പറയും, വളരെ ആത്മാർത്ഥമായി. ഒരു പക്ഷേ അദ്ദേഹം രാത്രിയൊക്കെ ഒരുപാട് നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ ഉണ്ടായിരുന്നു ആദ്യ സമയത്ത്. അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളാണ്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ആരുടെ പ്രാർത്ഥനയാണ്? ഒരു പക്ഷേ ഇവിടെ നടത്തിപ്പിക്കാരെക്കാളും അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകന്മാരെക്കാളും അള്ളാഹുവിനോട് ബന്ധമുള്ള ആളുകൾ ഉണ്ടാകും. ആർക്കും അറിയില്ല നമ്മൾ എത്രത്തോളം അള്ളാഹുവിന് അടുത്തവരാണ് എന്ന്. പ്രത്യക്ഷം നോക്കി വിധിക്കാൻ പറ്റൂല. ഞാൻ എത്രത്തോളം അള്ളാഹുവിനോട് അടുത്തിട്ടുണ്ട്, ഞാൻ എന്റെ ക്ലാസ് അല്ലെങ്കിൽ എന്റെ സംസാരം, അതൊന്നുമല്ല അതിന്റെ മാനദണ്ഡം. ഞാനും അള്ളാഹുവും തമ്മിൽ ഒരു രഹസ്യമായ ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ അടുത്ത് വളരെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അപ്പൊ ആത്മാർത്ഥമായി അവർ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അവർക്ക് ഉത്തരം നൽകാം. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയില്ലാതെ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകരുത്. ഇതാണ് 4-മത്തെ കാര്യമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതൊന്നും നിങ്ങൾ ചെയ്യാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതുമയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അശ്രദ്ധയുള്ള ആളുകൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് 2-3-4 കാര്യങ്ങൾ പറഞ്ഞതാണ്. ഫീഡ്ബാക്കിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഈ സ്ഥാപനത്തിനെ മറന്നുപോകരുത്. നമ്മുടെ പ്രായം ചെന്ന ഉമ്മമാർ, അതുപോലെ തന്നെ വല്യമ്മമാർ, അവരോട് പറയണം. അവരൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കും, ഒരുപാട് നമ്മളെക്കാളൊക്കെ ഇരുന്ന് ദുആ ചെയ്യുന്നവരായിരിക്കും. അവരോട് പറഞ്ഞു കൊടുക്കണം നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച്. ഇവിടെയുള്ള പേരക്കുട്ടികൾ, അതുപോലെ തന്നെ ചെറിയ കുട്ടി, അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവർ പറഞ്ഞു കൊടുത്താൽ അവർ പ്രാർത്ഥിക്കും.
അവരൊക്കെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾക്കിത് ചെയ്യാൻ പറ്റണം. അങ്ങനെ എന്തൊക്കെ ഗുണം നമുക്കിത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മെല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെയൊക്കെ ലക്ഷ്യം ഒന്നാണ്, സ്വർഗത്തിലെത്തുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം നമ്മൾ തുടങ്ങിയിട്ടുള്ളതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ. വളരെ വിദൂര ദിക്കിൽ നിന്ന് ഇവിടെ വന്ന് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി താമസിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ജോലി അവർ പ്രശ്നമാക്കിയിട്ടില്ല, മക്കളെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. അവർക്കൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികൾക്കും അതിനെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു വലിയ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധി ഉണ്ടായിരുന്നിടത്തൊക്കെ നമ്മളെ പല സഹോദരങ്ങളും ഈ സ്ഥാപനത്തൊന്നും കാണാത്ത, നമ്മളെപ്പോലും കാണാത്ത ആളുകൾ വലിയ രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ വലിയ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇതിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആളുകളുടെ പ്രതികരണം വലിയ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇവിടുത്തെ ഒരു ആവശ്യം പറയുമ്പോൾ, ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ, ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇവിടെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ കിതാബ് വേണമെന്ന് പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ ഇവിടെ ഈ മാസം വലിയ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞൊക്കെ അവരോട് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു അവരെ സബബാക്കി. അള്ളാഹു കരീം, അള്ളാഹു ആണല്ലോ അതിന്റെ അവർക്ക് മനസ്സ് കൊടുത്തതും അവർക്ക് സമ്പത്ത് കൊടുത്തതും ഒക്കെ അള്ളാഹു തന്നെയാണ്. അവരെ കാരണമാക്കി എന്ന് മാത്രം. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, അതിലൊന്നും യാതൊരു സംശയവുമില്ല. അള്ളാഹു തആല വീണ്ടും വീണ്ടും ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.